ഒരു കച്ചവടം നടത്തി പൈസ പോകുമ്പോഴേ സ്വാഭാവികമായിട്ട് ഇതൊക്കെ വിളിച്ചു പറയും. എൻ്റെ മക്കൾക്ക് ഒരു ത്രെട്ട് വന്നു കഴിഞ്ഞാൽ, എൻ്റെ മകൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ഏത് ലെവലിലോട്ട് പോകും? കൈവെക്കേണ്ട കേസുകളാണ്. പക്ഷെ നമ്മളൊന്നും അത് ചിരിച്ച് പൊളിച്ചോടാനോ മാറി നിൽക്കാനോ തന്നെ എത്ര ചോദ്യങ്ങൾ ചോദിച്ചോളൂ, ഞാനിവിടെ കാണും, ഉത്തരം തരാം. ഈ ജാതീയമായ പൊതുപ്രവർത്തനം എന്ന നിലയ്ക്ക് താങ്കളുടെ രാഷ്ട്രീയ ഭാവിയെ കൂടി ബാധിക്കുന്നതല്ലേ ഇത്തരം ആരോപണങ്ങൾ? അല്ല, നമുക്ക് ബാധിക്കാനുള്ളത് വരിക എന്ന് ചെയ്യും, നമുക്ക് തടയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് നന്ദി പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തിരുവനന്തപുരം മണ്ഡലത്തിലാണ് ഇലക്ഷൻ നിന്നത്. നിങ്ങൾക്കറിയാം, തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ, അതിനകത്താണ് ഈ കടപ്പുറം മേഖല വരുന്നത്, പ്രത്യേകിച്ച് വലിയ തുറയുള്ള കുട്ടികളാണ് ഇതിനകത്ത് എല്ലാവരും. ഈ ജാതീയതയും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കിന്ന് ഒരാളെ പരിചയപ്പെടുമ്പോൾ അയാളുടെ മതം എന്ത്, ജാതി എന്ന് വളരെ ഈസി ആയിട്ട് അറിയാം. എനിക്ക് അത് നോക്കിയിട്ട് സ്ഥാപനത്തിൽ ആളെ എടുത്താൽ പോരെ? ഇത് ഞാൻ ഇലക്ഷൻ എന്ന സ്ഥലത്തെയാണ്. നിങ്ങൾക്കറിയാം, ഞാൻ ഇലക്ഷൻ തോറ്റൊരാളാണ്. തോറ്റിട്ട് പോലും ആ മണ്ഡലത്തിൽ മിനി ഫിഷിംഗ് ഹാർബർ കൊണ്ടുവരാൻ വേണ്ടി കേന്ദ്രമന്ത്രി റുബാലെ വരെ ഇവിടെ ഞാൻ കൊണ്ടുവന്നതാണ്. സാറിന് തോറ്റു കഴിഞ്ഞാൽ മണ്ഡലത്തിൽ ഇത് പറക്കും, പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കത്തില്ല. ആ മണ്ഡലത്തിന് വേണ്ടി പ്രവർത്തിച്ചു. കാരണം നമ്മളെല്ലാം മത്സ്യം കഴിക്കുന്നവർ, നമ്മുടെയൊക്കെ വീട്ടിൽ പണ്ട് മീൻ കൊണ്ടുവരുന്ന ചേച്ചിമാരുണ്ടായിരുന്നു. ഇവരുമായിട്ട് നമുക്ക് വളരെ ബന്ധമാണ്, പ്രത്യേകിച്ച് നമ്മുടെ അമ്മമാർക്ക്. ഇവരൊക്കെ താമസിക്കുന്നതും ഇവരുടെയൊക്കെ വീടുകൾ എനിക്കറിയാം. ആ ഏരിയയിൽ പോയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത്. 5 പൈസ നേട്ടം ഉണ്ടായിട്ടില്ല, കയ്യിൽ നിന്ന് പൈസ മുടക്കിയിട്ട് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളൂ. ആ മേഖലയിലുള്ള കുട്ടികളാണ്. അപ്പോൾ എനിക്കിതിനകത്ത് അവരുടെ മതം നോക്കാൻ, സ്വാഭാവികമായിട്ടും മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ ഭൂരിപക്ഷവും ക്രിസ്ത്യൻ മതത്തിൽ വിശ്വസിക്കുന്നവരാണ്. അതിലുള്ള കുട്ടികളാണ് ഇത് നിൽക്കുന്നത്. എനിക്കെന്താ അങ്ങനെയുള്ളവരെ മാറ്റി നിർത്തി, ഇല്ല എൻ്റെ മതം എൻ്റെ ജാതി എന്ന് പറഞ്ഞ് വെക്കാമല്ലോ. ഇനിയിപ്പോൾ ഭയമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരാളെ നിർത്തിക്കഴിഞ്ഞാൽ നാളെ ആരോപണം എന്തൊക്കെ വരുന്ന ആലോചിച്ചിട്ട് വേണം ഇനി സ്റ്റാഫുകളെ വെക്കാൻ പോലും. അത്തരത്തിലുള്ള അവസ്ഥയിലോട്ട് നമ്മൾ പോവുകയാണ്. ഇത് കേരളത്തിൽ അങ്ങനെ മതസ്പർദ്ധയോ ജാതി സ്പർദ്ധയോ ഇല്ല. ഇത്തരം ക്രിമിനൽ പ്രവൃത്തിയിൽ നിൽക്കുന്നവർ പറഞ്ഞു പ്രചരിപ്പിക്കും. അതാണ് ഇവിടുത്തെ അപകടം. അത് നമ്മളിത് തിരുത്തേണ്ട സമയം കഴിഞ്ഞു. കാരണം ഒരു കള്ളത്തരം പിടിക്കപ്പെട്ടാൽ പിന്നെ പൊതുസമൂഹത്തിൽ ഒരാളെ നാറ്റിക്കാനായി, ചെളിവാരി എറിയാനായിട്ട് എന്തൊക്കെ പ്രയോഗിക്കാമോ അതിലൊന്നാണ് ഈ സ്ത്രീ വിഷയം, 2 ജാതി പ്രശ്നം. ഇതൊന്നും ഇവിടെ ഇല്ല. എൻ്റെ മക്കൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഞങ്ങളുടെ വീട്ടിൽ ആരേത് ജാതി എന്നറിയാത്ത രീതിയിലാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. ഇനി എൻ്റെ മക്കൾ കല്യാണം കഴിക്കാൻ വന്നവരൊക്കെ ഇനി മറ്റ് മതത്തിൽ നിന്ന് പോലും വരുന്നുണ്ട്. അതുകൊണ്ട് ഈ ജാതിയും മതവും നമ്മൾ സംസാരിക്കാതിരിക്കുക. ഇത്തരം കേസുകൾ ആദ്യമേ നമ്മൾ കട്ട് ചെയ്ത് വിടുക. നമ്മൾ എടുക്കരുത് ഇത്തരം വാർത്തകൾ, ദയവ് ചെയ്ത്. എല്ലാം ഞങ്ങളുടെ സംസ്ഥാന ടാക്സ് അപ്ഡേറ്റഡ്, ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. ഓഡിറ്റേഴ്സ് ഉണ്ട്, അവർ ടാക്സ് അടയ്ക്കുന്നു, എല്ലാ രേഖകളും ഞങ്ങളുടെ ഉണ്ട്. ഇതിൽ ഈ വിഷയം ഉണ്ടായതിനു ശേഷം എന്തൊക്കെ ഇടപെടലാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്? അതായത് നമ്മളാണ് ആദ്യം പരാതി കൊടുത്തതെന്ന് പറയുന്നു, കൗണ്ടർ കേസിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകും. നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും മൊഴിയെടുക്കോ അല്ലെങ്കിൽ രേഖകൾ വാങ്ങുകയോ CCTV ദൃശ്യങ്ങൾ സ്വീകരിക്കുക എന്തെങ്കിലും ഇടപെടൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു? എന്നെ മൊഴിയെടുക്കാനായിട്ട് വിളിപ്പിച്ചു, ഇവരുടെ പരാതിയില്ല. അങ്ങനെ ഞാൻ അവിടെ പോയി മൊഴി കൊടുത്തതിന് ശേഷം സ്വാഭാവികമായിട്ടും ഇവിടെ പോലീസ് വന്നിരുന്നു. ഇവിടെ CCTV ഇല്ലാത്തതുകൊണ്ട് അടുത്ത വീടുകളിൽ നിന്നെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മകളുടെ 2 സ്ഥാപനത്തിൽ ചെന്നു, പിന്നെ ആ ഫ്ലാറ്റിൻ്റെ അവിടെ ചെന്നു. എല്ലായിടത്തെ തെളിവുകളും അവർ ശേഖരിക്കണം. അതുകൊണ്ട് അതാണ് എനിക്കറിയാവുന്ന നടപടി വന്നിരിക്കുന്നത്. അതിന് ശേഷമാണ് ഇപ്പോൾ ഈ കേൾക്കാൻ കഴിഞ്ഞത്. ഇതുവരെ ഈ വകുപ്പുകൾ ഇട്ടതോ എനിക്കെതിരെ ഇങ്ങനെ നോൺ ബെയിലബിൾ വാറണ്ട് ഉണ്ടെന്നോ ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഇന്നലെ ചാനലിൽ വന്നു, അതിന് ശേഷം നിങ്ങൾ വന്നപ്പോഴാണ് നിങ്ങൾക്ക് ഈ വാർത്ത കിട്ടിയെന്ന് അറിഞ്ഞു. അങ്ങനെയാണ് ഞാൻ അറിയുന്നത് പോലും എനിക്ക് ഇതിലൂടെ FIRൻ്റെ ഡീറ്റെയിൽ എന്താണെന്ന്. ഇതുവരെ നമ്മളൊന്നും കണ്ടില്ല. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, സ്വാഭാവികമായിട്ടും ഞാൻ ഇതേ രംഗത്തുനിന്ന് വന്ന ഒരാളാണ്. അതുകൊണ്ട് എനിക്കറിയാം, നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ വാർത്തകൾ അറിയാൻ പറ്റും ഞാൻ അറിയുന്നതിനേക്കാൾ. നിങ്ങൾ തന്നെ പറയുക, എന്താണ് അവർക്കെതിരെ ഇതുവരെ നടപടികളും തുടങ്ങിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ എന്തായെന്ന് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യണം. അല്ല, മാനസികമായിട്ട് പ്രയാസം വന്നാലും നമ്മുടെ മക്കളല്ല, നമ്മുടെ കുടുംബത്തിനെതിരെ ഇങ്ങനൊരു വരുമ്പോഴത്തേക്ക് എവിടെയും മാറി നിന്നിട്ടോ ഒളിച്ചോടിയിട്ടോ കാര്യമില്ല. നമ്മൾ അവരുടെ കൂടെ നിന്നില്ലെങ്കിൽ ഈ വിശ്വാസം തകർന്നു. കാരണം ഞാൻ വീണ്ടും പറയുകയാണ്, ഇപ്പോൾ ഇതിനകത്ത് തന്നെ ഈ ഭീഷണിപ്പെടുത്തി, എന്താണ് ഭീഷണിപ്പെടുത്തിയെന്ന് പലരും ചോദിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിക്കുക, സ്ത്രീയോ പുരുഷനോട്ടെ, പ്രത്യേകിച്ച് അതിൽ സ്ത്രീകളെ രാത്രി ഒരു 10-11 മണിക്ക് ഒരാൾ വിളിച്ചിട്ട് ചീത്ത പോലും പറയണ്ട, പരാതിയിൽ നിന്ന് മാറിയില്ലെങ്കിൽ കാണാം, ഇത്തരം ഭാഷകൾ മാത്രം. ഇത് തന്നെ വലിയൊരു ഭീഷണിയല്ലേ? നിങ്ങൾ ആലോചിക്കൂ. അത് ഗർഭിണിയായിട്ടിരിക്കുന്ന സ്ത്രീ. എൻ്റെ മകളങ്ങനെ ബോധം കെട്ട് വീഴുന്നുണ്ട്. പക്ഷേ ഇന്നലെ സ്വാഭാവികമായിട്ടും അവർക്കുണ്ടായ മാനസിക പ്രശ്നം ഹോസ്പിറ്റലിൽ കൊണ്ട് ഇന്ന് എന്തുകൊണ്ട് റെസ്റ്റ് എടുക്കാൻ ഡോക്ടർ പറയുന്നു? നിങ്ങൾക്ക് ഊഹിക്കാം. 8-9 മാസം ഗർഭിണിയായിട്ടിരിക്കുന്ന സ്ത്രീക്ക് ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട് നിങ്ങൾക്കറിയാം. പണം പോയത് ഒരു സൈഡിൽ, ഇനി ഈ കടങ്ങൾ എങ്ങനെ വീട്ടും? 2-3 സ്ഥാപനം ഇനി തുടങ്ങിയെടുക്കണം വീണ്ടും. കാരണം സ്റ്റോർ വരെ പൂട്ടേണ്ടി വന്നു. എന്നിട്ട് പുതിയ സ്റ്റാഫിനെ വെച്ച് ആരംഭിക്കുന്നു. എന്നിട്ട് ഇവർക്കെതിരെ ആരോപണവും കേസും, ഇവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പും. നിങ്ങളൊന്ന് ആലോചിക്കുക, നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾക്കെതിരെ തെറ്റ് ചെയ്യാത്തവരെ, നമ്മുടെ ഭാഗത്ത് ശരിയുണ്ടായിട്ട് ഇത്തരം നടപടികൾ നിങ്ങളുടെ വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ അന്ന് ആലോചിക്കും ഈ പിതാവിൻ്റെ വേദന എന്താണ്. എനിക്ക് ഈ സിമ്പതിയോ ഒന്നും പറ്റാൻ എനിക്ക് താല്പര്യമുള്ള ഒരാളല്ല. മക്കളുടെ വേണ്ടി ക്യാമറ മുമ്പിൽ ഒരാൾ കരഞ്ഞു പോലും പോരുന്നു. നമ്മൾ ആരെ പറ്റി കുറ്റവും പറയേണ്ട, നമ്മൾ തകരാനും പാടില്ല.
നിങ്ങൾ മനസ്സിലാക്കണം, മാതാപിതാക്കളുടെ ബുദ്ധിമുട്ട്. ഇവിടെ പലതരം സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. പെൺമക്കളെ ധൈര്യമായിട്ട് വെളിവിടാൻ പറ്റാത്ത കാലമാണ്. മുക്കിനും മയക്കുമരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ കാണുന്നതാണ്. ഈ അവസരത്തിലാണ് 4 പിള്ളേരെ വളർത്തുന്നത്. നിങ്ങൾ ഒന്നുകൂടി നിങ്ങൾ ആലോചിക്കുക, എവിടെയെങ്കിലും എനിക്കൊരു രാഷ്ട്രീയപരമല്ലാതെ എനിക്കെതിരെ എന്തെങ്കിലും ഒരു കേസോ ഒരു ആരോപണമോ എന്തെങ്കിലും ഒരു പരാതി വരട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞു, ഇത്രയും സീരിയലും സെറ്റിലും വർക്ക് ചെയ്ത 36 കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഒരു ആരോപണം എനിക്കെതിരെ ഒരു സ്ത്രീ പറയട്ടെ, ചീത്ത നമുക്കത് വിളിക്കാറുണ്ട്, നല്ല ഒന്നാം തരം തെറി എനിക്ക് വിളിക്കാറിയാം, പക്ഷെ എൻ്റെ വായിലത് വരില്ല. ഇന്നലെ തന്നെ ആ കുട്ടികളോട് ഞാൻ രൂക്ഷമായി സംസാരിച്ചു. എവിടെയെങ്കിലും ഒരു തെറി വന്നിട്ടുണ്ടോ? അത് വരത്തില്ല. അങ്ങനെ വളർത്തിയതാണ്. മക്കളോടും പറഞ്ഞിരിക്കുന്നതാണ്. സംസാരിക്കുമ്പോൾ അതിന് വിട്ട് അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും പരമാവധി നമ്മൾ അടങ്ങിപ്പോവുക, പോട്ടെ എന്ന് അങ്ങനെ വളർത്തിയവരാണ് കുട്ടികളെ. ഇതേ ആരോപണം, അതായത് രാത്രിയിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണം ഈ പെൺകുട്ടികളും പറയുന്നത് ദിയക്കെതിരെയുണ്ട്, ദിയയുടെ ഭർത്താവിനെതിരെയുണ്ട്, താങ്കൾക്കെതിരെയുണ്ട്. അതായത് 1 മണിക്കും 2 മണിക്കും വിളിച്ച് മുൻപ് ജോലി ചെയ്യുന്ന സമയത്തും സ്റ്റോക്ക് എവിടെ എന്ന രീതിയിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. പിന്നീട് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായതിനു ശേഷം രാത്രി വിളിച്ച് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി നിങ്ങളെ തുലച്ചു കളയും. അതായത് ദിയയുടെ ചില ഓഡിയോ സന്ദേശങ്ങളടക്കമാണ് അവർ പുറത്തുവിട്ടിരിക്കുന്നത്. 2 കാര്യങ്ങൾ ചോദിക്കട്ടെ. ഒരു കച്ചവടം നടത്തി പൈസ പോകുമ്പോഴേ സ്വാഭാവികമായിട്ട് ഇതൊക്കെ വിളിച്ചു പറയും. എൻ്റെ മക്കൾക്ക് ഒരു ത്രെട്ട് വന്നു കഴിഞ്ഞാൽ, എൻ്റെ മകൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ഏത് ലെവലിലോട്ട് പോകും? അത് മക്കളെ വളർത്തുന്ന മാതാപിതാക്കൾക്ക് എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. അതും സ്ത്രീകളാണ്, പെൺകുട്ടികളാണെങ്കിൽ അതും ഗർഭിണിയായിട്ടിരിക്കുമ്പോൾ രാത്രി 10-11 മണിക്ക് ഒരുത്തം വിളിച്ചാൽ ഞാൻ സംസാരിച്ചതൊക്കെ എൻ്റെ കണക്കൂട്ട് വളരെ മാന്യമായ ഭാഷയാണ്. നമുക്കറിയാം ഇവിടെ ഓരോരുത്തർക്കും ഉണ്ടായി, നമ്മുടെ MLAക്ക് പോലും ഉണ്ടായ ബുദ്ധിമുട്ട് നിങ്ങളെല്ലാം കണ്ടു കാണാൻ ഓഡിയോയിൽ. രാത്രി കാലത്ത് വിളിച്ചു കഴിഞ്ഞാൽ അത് ആൺകുട്ടി വിളിച്ചിട്ട് പോലും ഏത് രീതി പെരുമാറേണ്ടതെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ എൻ്റെ മകളെ ഏതോ ഒരുത്തൻ വിളിച്ച് ഭീഷണിപ്പെടുത്തിയാൽ ഇതൊക്കെ നിങ്ങളൊക്കെ എഴുതേണ്ടത് കൈവെക്കേണ്ട കേസുകളാണ്. പക്ഷെ നമ്മളൊന്നും അത് ശീലിച്ചിട്ടില്ല. നമ്മൾ നിയമം പാലിച്ചു പോകുന്ന ഒരു പൗരനാണ് ഇവിടുത്തെ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് നമ്മുടെ നാട്ടിൽ ക്രിമിനൽസ് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്തവരുടെ പിന്നിൽ ആരാണ്? ഈ കുട്ടികൾക്ക് അതിനുള്ള കഴിവൊന്നുമില്ല. ഇവർ സാധാരണ കുട്ടികളാണ്. ഇവരുടെ കയ്യിൽ പണം ഇരിക്കുന്നതുകൊണ്ട് ആരോ ഇടപെട്ടാണ് ഈ പ്രശ്നം ഇത്രയും വലുതാക്കിയത്. ഞങ്ങൾക്കിത് ഒന്നും വേണ്ട. ഞാനൊരു മീഡിയ മേഖലയിൽ നിന്ന് വന്നു, അതിനുശേഷം സിനിമയിലുണ്ട്, രാഷ്ട്രീയത്തിലുണ്ട്. ഇതിനകത്ത് കുറേ പേരുമായിട്ട് ആത്മബന്ധമുള്ളതാണ്. എനിക്കിവിടെ നിങ്ങളെ വിളിച്ചിട്ട് ഒരു ഇൻ്റർവ്യൂ തന്നാൽ പോരായിരുന്നു. ഞാൻ എവിടെയെങ്കിലും നിങ്ങളെ വിളിച്ച് എന്തെങ്കിലും പറഞ്ഞു? നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ആരാ വിളിച്ചു പറഞ്ഞത്. നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു, ഞാൻ നിങ്ങളുടെ ഏത് ചോദ്യത്തിനും ഏത് രാത്രി മറുപടി തരാൻ തയ്യാറാണ്. ഇന്നലെയൊക്കെ ഞാൻ കിടക്കുന്ന 4 മണിക്കാണ് രാത്രി, ഇന്ന് വെളുപ്പിനെ. കാരണം മകളുടെ പ്രശ്നം എല്ലാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ കിടക്കുന്നത്. നിങ്ങളത് ആലോചിക്കണം. പക്ഷെ ഒരിടത്തും ഒളിച്ചോടാനോ മാറി നിൽക്കാനോ തരാം. എത്ര ചോദ്യം വേണം ചോദിച്ചോളൂ, ഞാനിവിടെ കാണും, ഉത്തരം തരാം. പക്ഷേ ഇതിനകത്ത് എന്ത് വെച്ചാൽ നമുക്കൊരു വിഷയം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളൊന്ന് പകയ്ക്കും. ആദ്യം അറിയോ എന്ത് ചെയ്യും? പകച്ചുപോയി. കാരണം ചില്ലറ കേസ് ഞാൻ TV കണ്ട് നിങ്ങളിൽ പലരും എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ കാര്യം അറിയുന്നു. നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് സ്റ്റേഷനിൽ പോയി അവിടെ നീതി കിട്ടുന്നില്ല. നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്ന? മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഓഫീസിലോട്ട് പോയി കാര്യങ്ങൾ സംസാരിച്ചു. 5-ാമത്തെ മിനിറ്റിൽ അവർക്ക് കാര്യം പിടികിട്ടി ആരുടെ ഭാഗത്ത് എന്ത്. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കുക. അല്ലെങ്കിൽ ഇന്നലെ എന്നെ തൂക്കിക്കൊണ്ട് പോകേണ്ടതല്ലേ? ഇട്ടിരിക്കുന്ന വകുപ്പെന്തം നോക്കി എന്തെങ്കിലും തെളിവ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിനകത്ത് കിട്ടിയിട്ടുണ്ടോ? എന്നെപ്പറ്റി പറഞ്ഞിരിക്കുന്ന ആരോപണത്തിൻ്റെ എന്തെങ്കിലും ഡിജിറ്റൽ എവിഡൻസ് നിങ്ങൾ പറയൂ. ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിങ്ങൾ പറയൂ, എന്തെങ്കിലും എവിഡൻസ് നിങ്ങൾക്കുണ്ടോ? പറയൂ. നിങ്ങളത് പറയണം. നിങ്ങളൊക്കെ കൊച്ചു കുട്ടികളാണ് ഇതിനകത്ത്. നിങ്ങളുടെ വരും തലമുറ നിങ്ങൾ വേറൊരു കൾച്ചർ ഉണ്ടാക്കണം. മീഡിയ കൾച്ചർ തന്നെ മാറ്റിയെടുക്കണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്തരം പച്ചക്കള്ളം പറയുന്നവരെ എക്സ്പോസ് ചെയ്യണം. ഈ സെൻസേഷൻ ക്രിയേറ്റ് ചെയ്യുന്നേക്കാൾ ഞാൻ ദൂരദർശനിൽ ഈ റിപ്പോർട്ടിങ്ങും വാർത്താവായന തുടങ്ങുമ്പോൾ ആദ്യം ഞങ്ങൾക്ക് തന്ന ഉപദേശം എന്തെന്നറിയോ? നിങ്ങളൊരാളെ ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങൾ സംസാരിക്കരുത്, അവർ സംസാരിക്കും. നിങ്ങൾ കേൾവിക്കാരിക്കുക, ബി എ ലിസ്ണർ. എന്നിട്ട് അവർ പറയാനുള്ള പറയുമ്പോൾ കേൾക്കുക. അതിനുശേഷം അവരുടെ മെസ്സേജ് ജനങ്ങളിലെത്തുക. ഇത് കഴിയുമ്പോൾ എന്താണ്? അദ്ദേഹം പറഞ്ഞ മെസ്സേജ് എത്തുന്നു. ദൂരദർശന് നല്ല പേരുണ്ടാക്കണം, ഒപ്പം നിങ്ങൾക്കൊരു ഉയർച്ച ഉണ്ടാവണം. ആ ഉയർച്ച ആ പാഠങ്ങളിൽ പഠിച്ചു വന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് ഒരിക്കലും അനാവശ്യമായ ഒരു ആരോപണം ഉന്നയിക്കാൻ താല്പര്യമില്ല. ഇപ്പോൾ പോലും ഈ കുട്ടികളുടെ പേര് പോലും ഞാൻ അടുത്ത് പറയാറില്ല. പക്ഷെ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ, നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഭാര്യയും മക്കളും വീട്ടിൽ നിന്ന് ആലോചിക്കും എന്ത് ചെയ്യണം, ഈ വീഡിയോ റിലീസ് ചെയ്യണം, ഞാൻ റിലീസ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ കള്ളന്മാരായി പോകും. കാരണം ഇന്ന് അങ്ങനെയാണ്, മിണ്ടാതിരിക്കുന്നവൻ കള്ളനായി പോകുന്ന കാലമാണ്.